കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് അല്പമായിട്ട് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ 13-ാമത്തെ വാക്യം വരെ ചിന്തിച്ചു. തുടർന്നുള്ളത് ഇന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ചിന്തിക്കാം. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഓരോ വാക്യങ്ങൾ വായിച്ച് വിശദീകരിച്ചാൽ അത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. 14-ാമത്തെ വാക്യം, 2-ാമത്തെ കഷ്ടം കഴിഞ്ഞു, 3-ാമത്തെ കഷ്ടം വേഗം വരുന്നു. നമ്മുടെ ഓർമ്മ 8-ാം അധ്യായത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. 8-ാം അധ്യായത്തിൽ 7 കാഹളങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ 4 കാഹളങ്ങൾ ഊതുന്നതും ആ സമയത്ത് നടക്കുന്ന ഭീകരമായ സംഭവങ്ങളും ആ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. തുടർന്ന് 3 കാഹളങ്ങൾ കൂടെ ഊതാനായിട്ട് ഉണ്ട്. ആ കാഹളങ്ങളെ പറ്റി അതേ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഒരു കഴുക് ആകാശത്ത് പറന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, ഇനി ഊതാനുള്ള 3 കാഹളങ്ങൾ നിമിത്തം ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് വായിക്കുന്നു. 7 കാഹളങ്ങളിൽ 4 ഊതി ഇനി ശേഷമുള്ള 3 കാഹളങ്ങളെ അവിടെ കഷ്ടം എന്ന വാക്കുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ 3 കാഹളങ്ങളെയാണ് അവിടെ കഷ്ടം 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 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ 5ഉം 6ഉം കാഹളങ്ങൾ അഥവാ 1ഉം 2ഉം കഷ്ടങ്ങൾ 9-ാം വാക്യത്തിൽ നടന്നതായി കാണുന്നു. ആ 2 കാഹളങ്ങൾ ഊതുന്നതായും ആ സമയത്ത് നടക്കുന്ന ഭീകരമായ സംഭവങ്ങളും നമ്മൾ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഈ ഭാഗത്തെ നമ്മൾ കാണാൻ. ഇനി ഒരു കാഹളം, 7-ാമത്തെ കാഹളമാണ് ശേഷിക്കുന്നത്. അതിനെയാണ് ഇവിടെ 3-ാമത്തെ കാഹളം എന്ന് പറഞ്ഞിരിക്കുന്നത്. 3-ാമത്തെ കാഹളം ഊതുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് 20-ാം അധ്യായം 3-ാം വാക്യം വരെയുള്ള ഭാഗത്താണ് കാണുന്നത്. അതിൽ പ്രധാനമായിട്ട് 16-ാം അധ്യായത്തിൽ 7 കലശങ്ങൾ ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഒഴിക്കുന്നതും അതിഭീകരമായ സംഭവങ്ങൾ ഭൂമിയിൽ നടക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. 14-ാം വാക്യത്തിൽ നിന്ന് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. 7-ാമത്തെ കാഹളം അഥവാ 3-ാമത്തെ കഷ്ടം വേഗം വരുന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. 15-ാമത്തെ വാക്യം വായിക്കട്ടെ. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി. 7-ാമത്തെ കാഹളം ഊതിയപ്പോൾ, ഇത് ഭാവിയിൽ മഹാപീഡന കാലത്ത് നടക്കുന്ന സംഭവമാണെന്ന് നമുക്കെല്ലാം അറിയാം. നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ്. 7-ാമത്തെ കാഹളം ഊതിയപ്പോൾ സ്വർഗത്തിൽ വലിയ ഘോഷമുണ്ടായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ 7-ാമത്തെ മുദ്ര തുറന്നപ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂർ മൗനതയുണ്ടായെന്ന് വായിക്കുന്നു. പക്ഷെ ഇവിടെ മഹാഘോഷമാണ്, സന്തോഷത്തിന്റെ വലിയ ഘോഷമാണ് ഉണ്ടായത്. എന്താണ് അങ്ങനെ സന്തോഷിച്ച് ഘോഷിക്കാനുള്ള കാരണമെന്നവിടെ പറഞ്ഞിരിക്കുന്നു? ലോകരാജത്വം, ലോകത്തിന്റെ ഭരണം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. നമ്മുടെ കർത്താവ് എന്നവിടെ പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവവും അവന്റെ ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിനെയും. അപ്പൊ ലോകരാജത്വം അല്ലെ ലോകത്തിന്റെ ഭരണം പിതാവും പുത്രനും കൂടെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഭരണമായി തീർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറയുന്നത് മഹാപീഡന കാലത്തിന്റെ നടുവിലാണ്. മഹാപീഡന കാലം എന്ന് പറയുന്നത് 7 വർഷമാണ്. അതിനെ 2ആയി വിഭജിച്ചാണ് പഠിക്കുന്നതെന്ന് നമുക്കറിയാം. ആദ്യത്തെ 3.5 കൊല്ലം, രണ്ടാമത്തെ 3.5 കൊല്ലം. ആദ്യത്തെ 3.5 കൊല്ലം കഴിയുമ്പോഴാണ്
ഈ സംഭവം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി 3.5 കൊല്ലം കൂടെ ഉണ്ട് മഹാപീഡനം തീരാനായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിന്റെ ഭരണം വരുന്നത്. ആദ്യം 1000 വർഷത്തെ ഭരണം, അതിനെ നമ്മൾ 1000 ആണ്ട് വാഴ്ചയെന്നും സഹസ്രാബ്ദ വാഴ്ചയെന്നും ഇംഗ്ലീഷിൽ മിലേനിയം എന്നും ഒക്കെ പറയും. അത് കഴിഞ്ഞും ഈ ത്രിയേക ദൈവത്തിന്റെ ഭരണം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ 3.5 കൊല്ലം കൂടെ കഴിഞ്ഞ് ശരിക്കും ഭരണം വരികയുള്ളെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്നു ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നുവെന്ന്. ഞാൻ ഇങ്ങനെ അത് ഓർപ്പിക്കട്ടെ. 3.5 വർഷം കൂടെ ഉണ്ട് മനുഷ്യന്റെ ദൃഷ്ടിയിൽ. പക്ഷെ ദൈവത്തിന്റെ കണക്കിൽ 35 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. വേണം കൃത്യം പറഞ്ഞാൽ 35.28 സെക്കൻഡ് മാത്രം. അഥവാ 1/2 മിനിറ്റ്, ഏകദേശം 1/2 മിനിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ. ആ കണക്ക് എവിടുന്നാ നമുക്ക് കിട്ടുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ ഓർപ്പിക്കാം. 90-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ദൈവത്തിന് 1000 സംവത്സരം 1 യാമം അഥവാ 3 മണിക്കൂർ അഥവാ 180 മിനിറ്റ് നമ്മൾ വായിക്കുന്നുണ്ട്. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ 35.28 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ ആയിത്തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും നമ്മുടെ മനുഷ്യന്റെ കണക്കിൽ 3.5 കൊല്ലങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വായിച്ചത് അവരെന്നേക്കും വാഴുന്നു എന്നാണ്. മഹാപീഡനം കഴിഞ്ഞാൽ പിന്നെ എന്നേക്കും വാഴുന്നത് ത്രിയേക ദൈവം തന്നെയാണ് ഈ ലോകത്തെ ഭരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ സമയത്ത് ഇത്രയും ഘോഷം നടക്കാനുള്ള, വലിയ സന്തോഷം ഉണ്ടാകാനുള്ള കാരണം എന്ത് ചോദിച്ചാൽ, മഹാപീഡനകാലം വരെ ഈ ലോകത്തെ ഭരിക്കുന്നത് പിശാചും അവന്റെ കീഴിലുള്ള ഭരണാധിപന്മാരുമൊക്കെയാണ്. അതൊരിക്കലും സ്വസ്ഥതയുള്ളതല്ല. നമുക്കറിയാം ലോകത്തിൽ വ്യത്യസ്ത ഭരണങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത ഭരണങ്ങളാണ്. ഏത് ഭരണം വന്നാലും മനുഷ്യന് സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, വ്യത്യസ്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും. പക്ഷേ ലോകരാജ്യത്വം പിതാവും പുത്രനും ത്രിയേക ദൈവം ഏറ്റെടുത്ത് കഴിയുമ്പോൾ പിന്നെ ഒരു പ്രശ്നവുമില്ല. സന്തോഷം, സമാധാനം, സ്വസ്ഥത അത് മാത്രമാണ് ഈ ലോകത്തിൽ ഉള്ളത് എന്ന് നമുക്കറിയാം. തിരുവെഴുത്തത് പഠിപ്പിക്കും. അതുകൊണ്ടാണ് ഈ വലിയ ഘോഷം സ്വർഗത്തിൽ നടക്കുന്നത്. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് 16-17 വാക്യങ്ങൾ ഒരുമിച്ച്, അത് ഒരേ കാര്യമായതുകൊണ്ട്. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്നാണ്. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാര്. നമ്മുടെ ചിന്ത 4-5 അധ്യായങ്ങളിലേക്ക് പോകണം. 4-5 അധ്യായങ്ങൾ സ്വർഗത്തിന്റെ ചിത്രമാണ്. സ്വർഗത്തിൽ പിതാവായ ദൈവം ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു. തന്റെ മുൻപിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് യേശുക്രിസ്തു നിൽക്കുന്നു. ഈ സിംഹാസനത്തിന്റെ മുൻപിൽ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ ഒരു തങ്ക വിളക്ക് പോലെ നിൽക്കുന്നു. എന്ന് വെച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. അതിന് ചുറ്റും 24 സിംഹാസനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ 24 മൂപ്പന്മാർ ഇരിക്കുന്നുണ്ട്. അവര് കൃപായുഗത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയാണ് കാണിക്കുന്നത്. അവര് സ്വർഗത്തിൽ വീണ് നമസ്കരിക്കുകയാണ്, വീണ് ആരാധിക്കുകയാണ്, ത്രിയേക ദൈവത്തെ ആരാധിക്കുന്നു. കാരണം ലോകഭരണം യേശുക്രിസ്തു അല്ലെങ്കിൽ ത്രിയേക ദൈവം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ഇനി അവിടെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ അവിടെ കാണുന്നത്? ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരാധിക്കുന്നത്. എന്താ പറയുന്നത്? 17-ാം വാക്യത്തിലുണ്ട്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്നാണ്. അവിടെ നമുക്ക് ഓർക്കാനുള്ള ഒരു കാര്യം, ഈ ആരാധന എന്ന് പറയുന്നത് ദൈവം ചെയ്ത നന്മകൾ നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ആ കാര്യം ഓർത്ത് അത് ഉരുവിട്ട് ദൈവത്തെ സ്തുതിക്കുന്നതാണ്. അല്ലാതെ ദൈവമേ ആരാധന ആരാധന എന്ന് പറയുന്നതോ, ദൈവമേ സ്തോത്രം സ്തോത്രം എന്ന് പറയുന്നതോ, ദൈവമേ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുകയോ, അല്ലെങ്കിൽ ദൈവമേ ആമേൻ ആമേൻ ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനല്ല. ദൈവം ചെയ്ത നന്മകൾ എന്തെല്ലാം, കഴിഞ്ഞ നാളുകൾ നമ്മളെ വീണ്ടെടുത്തത്, നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് കർത്താവ് വന്നത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർക്കാം. ഇന്ന് ഓരോ ദിവസവും ദൈവം നമ്മളെ നടത്തുന്നത്,
നമ്മെ കൈപിടിച്ച് നടത്തുന്ന നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതൊക്കെ ഓർത്ത് അത് ഹൃദയത്തിൽ ധ്യാനിച്ച് ഹൃദയത്തിൽ നിന്നും അത് വായിലൂടെ ഉരുവിട്ടുകൊണ്ട് കർത്താവേ സ്തോത്രം, നീ എന്നെ കൈപിടിച്ച് നടത്തുന്നല്ലോ, ഇന്ന് എൻ്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചല്ലോ, എൻ്റെ രോഗങ്ങൾക്ക് അവിടുന്ന് ആശ്വാസം തന്നല്ലോ എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നതാണ് ആരാധന. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനിയത്തെ വാക്യം വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. 18-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്: ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു, മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായ നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുമുള്ള കാലവും വന്നു. നമുക്കത് ലളിതമായിട്ടൊന്ന് ചിന്തിക്കാം. ഒന്നാമതവിടെ പറഞ്ഞിരിക്കുന്നത് ജാതികൾ കോപിച്ചു എന്നാണ്. ജാതികൾ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരല്ലാത്ത ലോക മനുഷ്യരെയാണ്. നമ്മൾ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, പഴയ നിയമകാലത്തിന്റെ ബാക്കിയാണ് ഈ മഹാപീഡന കാലം എന്ന് പറയുന്ന 7 വർഷം. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ യഹൂദന്മാരെന്ന് പറയുന്നത് യഹൂദ കുടുംബത്തിൽ പിറന്നവരും യഹൂദ കുടുംബത്തിൽ പറക്കാത്തവർ, ഈ 12 ഗോത്രങ്ങളിൽ അല്ലാതെ ലോകത്തിൽ ഉള്ളവരെ എല്ലാം ജാതികളെന്നാണ് വിളിക്കുന്നത്. അപ്പൊ ജാതികൾ കോപിച്ചു. അവിടെ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മഹാപീഡന കാലത്ത് എതിർക്രിസ്തു ഭരണം ആരംഭിക്കുമ്പോൾ അദ്ദേഹം യഹൂദനുമായി നല്ല ബന്ധത്തിലാണ് ഭരണം തുടങ്ങുന്നത്. അവർക്ക് ദൈവാലയം പണിത് കൊടുക്കുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന യഹൂദന്മാരെ മടക്കി യെരുശലേമിൽ കൊണ്ട് താമസിപ്പിക്കുകയൊക്കെ ചെയ്ത് യഹൂദന്മാരും ഈ എതിർക്രിസ്തുവും തമ്മിൽ വലിയൊരു ബന്ധം. യഹൂദന്മാർ അവനെ തങ്ങളുടെ മശികയായിട്ടൊക്കെ സ്വീകരിച്ച് വലിയ സന്തോഷമാണ്. അപ്പോൾ ദൈവാലയമൊക്കെ പണിതു. AD 70 തകർക്കപ്പെട്ടത് ഇതുവരെയും പണിതിട്ടില്ല. അതൊക്കെ പണിതു, ആരാധന തുടങ്ങി, യാഗങ്ങൾ, ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ യാഗങ്ങളാണല്ലോ, യാഗങ്ങളൊക്കെ തുടങ്ങി വലിയ സന്തോഷമാണ്. പക്ഷേ 3.5 കൊല്ലം കഴിയുമ്പോൾ, മഹാപീഡനത്തിന്റെ പകുതിയാകുമ്പോൾ എതിർക്രിസ്തുവിന്റെ സ്വഭാവം മാറും. സ്വഭാവം മാറിയിട്ട് ആരാധന നിർത്താൻ പറയും, യാഗങ്ങൾ നിർത്താൻ പറയും, അവന്റെ പ്രതിമ ദൈവാലയത്തിൽ വെക്കാൻ പറയും, അവന്റെ പ്രതിമയെ ആരാധിക്കാൻ പറയും. അപ്പോൾ അവർ തമ്മിൽ തെറ്റുകയും ഭയങ്കര ശത്രുതയിലേക്ക്, യഹൂദനും എതിർക്രിസ്തുവും തമ്മിൽ ഭയങ്കര ശത്രുതയിലേക്കായിത്തീരുകയും ചെയ്യും. ആ സമയത്ത് ഈ എതിർക്രിസ്തു യഹൂദന്മാരൊഴികെയുള്ള സകല ജാതികളെയും സംഘടിപ്പിച്ചുകൊണ്ട് 2-ാം പകുതിയിൽ യഹൂദന്മാരോട് ഭയങ്കരമായ യുദ്ധം ആരംഭിക്കുകയാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ജാതികൾ കോപിച്ചു എന്ന് പറയുന്നത്. ആ ജാതികൾ എന്ന് പറയുമ്പോൾ യഹൂദന്മാർ മാത്രമല്ല, ജാതികൾ എന്ന് പറയുമ്പോൾ യഹൂദന്മാരല്ലാത്ത മനുഷ്യരാണ് എന്ന് മാത്രമല്ല, അവരുടെ നേതാവായി അന്ന് എതിർക്രിസ്തു, കള്ളപ്രവാചകൻ, അവരെ ഒക്കെ നിയന്ത്രിക്കുന്ന പിശാച്, ഇവരെല്ലാം ഒരു സൈഡിൽ നിന്നുകൊണ്ട് യഹൂദന്മാരെ ഉപദ്രവിക്കുകയാണ്. അതാണ് ജാതികൾ കോപിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് നിന്റെ കോപവും വന്നു എന്നവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ കോപത്തെ പറ്റിയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മഹാപീഡനത്തിന്റെ ഒടുവ് സമയം ആകുകയാണ്. ഒടുവ് സമയം ആകുമ്പോഴത്തേക്ക് യുദ്ധം മൂർച്ഛിക്കുന്നു. യഹൂദനോടുള്ള ജാതികളും പിശാചും എതിർക്രിസ്തുവിന്റെ യുദ്ധം അങ്ങ് മൂർച്ഛിക്കുമ്പോൾ സ്വർഗത്തിൽ ആ 7 വർഷത്തിന്റെ ഒടുവാകുന്നു. അവിടെ കുഞ്ഞാടിന്റെ കല്യാണം നടക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഈ ഭൂമിയിലേക്ക് വരുന്നത് യഹൂദന്മാർ. അപ്പോഴാണ് അവർ നേരത്തെ അറിയാതെ സ്വീകരിച്ച എതിർക്രിസ്തു അല്ല മെശിഹയെന്നും അവർ ഒരിക്കൽ അവരുടെ പൂർവ്വപിതാക്കന്മാർ ക്രൂശിച്ച അവനാണ് യഥാർത്ഥ മെശിഹ എന്നൊക്കെ മനസ്സിലാക്കി അവർ നെഞ്ചത്തടിച്ച് പശ്ചാത്തപിച്ച് കരയുകയും. അത് തന്നെയായിരുന്നു മഹാപീഡനം ദൈവം കൊടുത്തതിന്റെ ഉദ്ദേശം. അവർ അത് സക്കറിയ പ്രവചനം 12-ാം അധ്യായം 10-ാം വാക്യത്തിലുണ്ട്. അതിന്റെ ഫലമായിട്ട് യേശുക്രിസ്തു തന്റെ മണവാട്ടിയും വിശുദ്ധ ദൂതന്മാരും ഒക്കെ ആയിട്ട് ഈ ലോകത്തിലേക്ക് വന്ന് ഈ യഹൂദനോട് യുദ്ധം ചെയ്യുന്ന ജാതികളോട് യുദ്ധം ചെയ്യുന്ന കാര്യമാണ് അവിടെ നീ കോപിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് യുദ്ധത്തിൽ ജയിക്കും. യുദ്ധത്തിൽ യഹൂദന്മാർക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് ജാതികളെയൊക്കെ തോൽപ്പിച്ച് ഒരുപാട് പേര് കൊല്ലപ്പെട്ട കാര്യങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഒരു സിംഹാസനം വെക്കും യെരുശലേമിൽ. ആ സിംഹാസനത്തെ റോയൽ ത്രോൺ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ തേജസ്സിന്റെ സിംഹാസനം എന്നാണ് വിളിക്കുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് മരിച്ചവരെയൊക്കെ ന്യായം വിധിപ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ മഹാപീഡനവും 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞിട്ടാണ്. അതായത് മരിച്ചവരാപാലവൃത്തം, അതായത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അവിടെ പറഞ്ഞിട്ടുണ്ട്, അതായത് മനുഷ്യവർഗം ഉണ്ടായത് മുതൽ ദൈവവിരോധികളായി ദൈവത്തെ അംഗീകരിക്കാതെ ജീവിച്ച
1000 ആണ്ട് വാഴ്ചയുടെ ഒടുവരെ അങ്ങനെ ജീവിച്ചവരെ എല്ലാം വെള്ളസിംഹാസനത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ന്യായം വിധിച്ച് നരകത്തിലിടുന്ന കാര്യമാണ് ആ പറഞ്ഞേക്കുന്നത്. അതുകൂടാതെ പ്രതിഫലം കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ആർക്കെന്നറിയാമോ? അത് പഴയ നിയമ വിശുദ്ധന്മാർക്കാണ്. അതുകൊണ്ടാണ് അവിടെ അവരെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പ്രവാചകന്മാര്, വിശുദ്ധന്മാര്, ചെറിയവര്, വലിയവര്, ഭക്തന്മാര് എന്നൊക്കെ പറയുന്ന പഴയ നിയമ വിശുദ്ധന്മാര് ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്കെല്ലാം പ്രതിഫലം കൊടുക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് റോയൽ ത്രോണിന്റെ മുമ്പിലാണ്, തേജസ്സിന്റെ സിംഹാസനത്തിന് മുൻപിലാണ്, അത് മഹാപീഡനത്തിന്റെ ഒടുവിലാണ്, അത് 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർക്കെല്ലാം പ്രതിഫലം കൊടുക്കാൻ. ഇവിടെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് സൂചിപ്പിച്ചോളട്ടെ. പഴയ നിയമ വിശുദ്ധന്മാർ എന്നാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നുള്ളൊരു തർക്കം ക്രൈസ്തവ മധ്യമുണ്ട്. ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ നിയമ വിശുദ്ധന്മാർ പുനരുത്ഥാനം ചെയ്യുന്നത് അത് മഹാപീഡനത്തിന്റെ ഒടുവിലാണ്, അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ടു മുൻപാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് അംഗീകരിക്കാൻ കഴിയുന്നവരെ അംഗീകരിച്ചാട്ട് ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിലേക്ക് നമ്മൾ തിരിയുകയാണ്. അത് 19-ാം വാക്യം. അതല്ല, 18-ന്റെ ഒടുവിൽ ഒരു കാര്യം കൂടെ പറയാറുണ്ട്. ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുള്ള കാലവും വന്നു. പ്രതിഫലം കൊടുക്കും. പഴയ നിയമ വിശുദ്ധന്മാർക്കൊക്കെ പ്രതിഫലം കൊടുക്കുന്നത് മാത്രമല്ല, ഭൂമിയെ നശിപ്പിക്കുന്നവർ എന്നൊരു വാക്കോടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമി എങ്ങനെ നശിച്ചത്, ശരിക്കും ശപിക്കപ്പെട്ടത്? ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി, പക്ഷെ അവനോട് പാപം ചെയ്തു. പാപം ചെയ്ത് കഴിഞ്ഞ ആ പാപത്തിന്റെ ഫലമായിട്ടാണ് ഭൂമി ശപിക്കപ്പെട്ടതെന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതിനു മുൻപ്, ഈ പാപം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ റോസ് ചെടിയിൽ മുള്ളുപോലും ഇല്ലാത്ത കാലമായിരുന്നു. പക്ഷെ പാപം ചെയ്തതിന്റെ ഫലമായിട്ട് റോസ് ചെടിയിൽ മാത്രമല്ല, ധാരാളം മുള്ളും പറക്കാരയും ഒക്കെ മുളച്ചു വരികയും ഭൂമി ശപിക്കപ്പെടുകയും ചെയ്തു. അതാണ് ഭൂമിയെ നശിപ്പിക്കുന്നവരെന്നവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഭൂമിയെ നശിപ്പിച്ചത് ആരാണ്? അത് പിശാചാണ്. അപ്പൊ പിശാചിനെയും കൂട്ടറിയും. ഇവിടെ പിശാച്, എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ, ഇവരെ നശിപ്പിക്കാനുള്ള കാലം വന്നു എന്നാണ് പറയുന്നത്. ഈ റോയൽ ത്രോണിന്റെ മുമ്പിൽ വെച്ച് തന്നെ കള്ളപ്രവാചകനെയും എതിർ ക്രിസ്തുവിനെയും നരകത്തിലിടുന്ന കാര്യം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പിന്നീട് പിശാചിനെയും ഇടും. പിശാചിനെ ആ സമയത്ത് തന്നെ പൂട്ടിയിടും 1000 കൊല്ലത്തേക്ക്. അത് കഴിഞ്ഞ് അഴിച്ചുവിട്ട ശേഷം അവനെ നരകത്തിലിടും. ആരെ? ഈ പിശാചിനെ. അത് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 10-ാം വാക്യത്തിലാണ് അവനെ ഇടും. അപ്പം ഈ ഭൂമിയെ നശിപ്പിക്കുന്നവർ എന്ന് പറയുന്നത് പിശാചും എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനെ ഉദ്ദേശിച്ചാണ്. അവരെയൊക്കെ നരകത്തിലിടുന്ന കാര്യം 19, 20 അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഈ 18-ാം വാക്യത്തോട് ചേർത്ത് ചിന്തിക്കേണ്ടതാണ്. 19-ാം വാക്യത്തിൽ, അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകവും അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി, മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ഈ വാക്യത്തിൽ സ്വർഗത്തിൽ നടക്കുന്ന കാര്യവും ഭൂമി നടക്കുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. ആദ്യ ഭാഗത്ത് സ്വർഗത്തിൽ നടക്കുന്ന കാര്യം എന്താ? അവിടെ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു. സ്വർഗത്തിൽ ആണ് ഒറിജിനൽ ദൈവാലയം. അതിന്റെ മോഡലിലാണ് ഈ സമാഗമന കൂടാരം ഉണ്ടാക്കിയത്. പുറപ്പാട് പുസ്തകം 25 അധ്യായം 9-ാം വാക്യം വായിക്കാമെങ്കിൽ, മോശയോട് സമാഗമന കൂടാരം ഉണ്ടാക്കുമ്പോൾ പറയുന്നത്, യഹോവ പറഞ്ഞത്, ഞാൻ കാണിച്ചു തന്ന മാതൃക പ്രകാരം ഉണ്ടാക്കണമെന്നാണ്. അപ്പൊ ഏതാണ് ആ മാതൃക? സ്വർഗത്തിലെ ദൈവാലയം. അപ്പൊ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു എന്നും അവിടെ പെട്ടകം പ്രത്യക്ഷമായി എന്ന് വായിക്കും. എന്തൊരു ഹൃദ്യമായ കാഴ്ചയാണ്. പെട്ടകം പ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ പെട്ടകത്തിന്റെ മേൽ കൃപാസനമുണ്ട്, അവിടെ ദൈവത്തിന്റെ തേജസ്സുണ്ട്, അവിടെ കെറൂബുണ്ട്, എന്തെല്ലാം മനോഹാരിത അവിടെയുണ്ട്. എത്ര മനോഹരമാണ് ആ കാഴ്ച. അപ്പോൾ ഭൂമിയിൽ എന്താ നടക്കുക? ഭൂമിയിൽ നാദം, മിന്നൽ, ഇടിമുഴക്കം, ഭൂകമ്പം, കന്മഴ, അതിൻ്റെയൊക്കെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അതിഭീകരമായ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളാണ് ഭൂമിയിൽ നടക്കുന്നത് എന്നാണ് ആ 19-ാം വാക്യത്തിന്റെ ഒടുവിൽ കാണുന്നത്. ഇങ്ങനെ 11-ാം അധ്യായത്തിന് അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അല്പമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ഭാഗങ്ങളും എത്രയും വേഗം യൂട്യൂബിലിടാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് കൃപ തരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം.